ഭാര്യയുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ ഭർത്താവിന് ധൈര്യമില്ല. കാരണം കൊണ്ടുവച്ച അവള് വാരിക്കെട്ടി വീട്ടിൽ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതല്ലേ അവസ്ഥ. അപ്പൊ നിന്റെ ഭാര്യക്ക് പോലും കാണിക്കാൻ പറ്റാത്തത് ഫോണിലുള്ളത് കൊണ്ടല്ലേ. അപ്പൊ ഇത്രയും നാള് നമ്മൾ പറയും, ഉസ്താദെ കുട്ടികളെടുത്ത് ഗെയിം കളിക്കാതിരിക്കാനാ ലോക്കിട്ടിരിക്കുന്നത്. കുട്ടികളുടെ കയ്യിൽ നിന്റെ കയ്യിലുള്ളതിനേക്കാളും വലിയ ഫോണുണ്ട്. ഓൻ തലകണിന്റെ അത്രയുള്ള ചാബുമായിട്ടാണ് നടക്കുന്നത്. നിന്റെ ഫോൺ ആർക്ക് വേണം? പട്ടി എറിയുന്ന ഫോൺ. മക്കളുടെ കയ്യിൽ നല്ല ഫോൺ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ലോക്കിടുന്നത്? ഭാര്യയുടെ ഫോൺ ഭർത്താവും തുടരുത്, ഭർത്താവിന്റെ ഫോൺ ഭാര്യയും തുടരുത്. കാരണം അതിനകത്ത് ആവശ്യമില്ലാത്തതുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. എന്തിനാ ലോക്കിടുന്നു? കൊണ്ട് വെച്ചുകൂട്. ഇതുകൊണ്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൂട്. അയ്യോ സംശയമാ എന്റെ കെട്ടിയവന്. എന്റെ ഭാര്യക്ക് സംശയ. ഉസ്താദ് എങ്ങനെ നോക്കുന്നു? എന്തിനാ സംശയിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, നീ ധൈര്യമായിട്ട് കൊണ്ടുപോയി. നിനക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമല്ലോ, സന്തോഷം ഉണ്ടാകുമല്ലോ. ജീവിതത്തിൽ സമാധാനമില്ലല്ലോ. എല്ലാവർക്കും സമാധാനമല്ലേ വേണ്ടത്? അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ വഅദും മജ്ലിസും ദുആയൊക്കെ. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. എന്നാ അള്ളാഹ് പറഞ്ഞു, കല്യാണം കഴിക്കും, വിവാഹം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താ സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താ മതി? ഒന്ന് പറ മക്കളെ. പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. സമാധാനം ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ താത്താമാരെ? എങ്ങനെ ഉണ്ടാകാനാ? നിനക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താണെന്നറിയോ? ഭാര്യ ഭർത്താവും തമ്മിലുള്ള വഴുത് കഴിഞ്ഞിറങ്ങിപ്പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഇടവഴിയിലൂടെ പോവാ ഭാര്യയും ഭർത്താവും. രണ്ടറ്റത്തെ റോഡിന്റെ അക്കരയ്ക്കര നടന്നു വരിക. അല്ലെങ്കിൽ ഭർത്താവ് ഫ്രണ്ടിൽ, ഭാര്യ പുറകിൽ ഇങ്ങനെ മിണ്ടാതെ വരും. അങ്ങനല്ല. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നീ ആ കയ്യിലൊന്ന് പിടിക്ക്. നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കപ്പറ നബിയിനാ റസൂലുള്ളാഹി. നിന്റെ ഭാര്യയുടെ കയ്യിൽ നീ ഒന്ന് പിടിക്ക്, നിന്റെ പാപം അല്ലാഹു പുറത്തു തരും. നിങ്ങൾ രണ്ടുപേരുടെയും പാപം പുറക്കും. അതാ കുടുംബജീവിതം. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ടോ? ആമിനായ വഴി വെച്ച് കാണുമ്പോ എന്തുപാടി ആമിന, സുഖാണോടി? എന്തൊക്കെ ചിരിയും കളിയും തമാശയും. പെണ്ണുമ്പിള്ളയെ കാണുമ്പോഴോ കടന്തൽ കുത്തിയതുപോലെ ചിരിക്കാറുണ്ടോ? നീ വല്ലവന്റെ ഭാര്യയെ കാണുമ്പോ എന്തൊരു വിശേഷം അന്വേഷിക്കല. ഇന്ന് വരെ ഓളോട് ചോദിച്ചിട്ടുണ്ടോ വല്ല തിന്നോ കുടിച്ചോ? എവിടെ ചോദിക്കല്ലേ? നീ ഒന്ന് ചിരിക്ക് വാപ്പ അവളുടെ മുഖത്ത് നോക്കിയിട്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, സഹോദരി, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് നല്ലത് പറയണം. പറയുവോ? നിന്റെ ഇക്ക പറയുന്നത്, ഉസ്താദ് എന്റെ ഭാര്യ നല്ലവളാ, നിസ്കരിക്കും, ഖുർആൻ ഓതും, സദക്ക കൊടുക്കും, സലാത്ത് പറയും, മജ്ലിസിന്നൂറിന് പോകും, നല്ല വസ്ത്രം ധരിക്കും, അൽഹംദുലില്ലാഹ്, എല്ലാം കൊണ്ടും എന്റെ ഭാര്യ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പരാതിയുള്ളൂ ഭർത്താവിന്. ഭാര്യയെ കുറിച്ച് ഭർത്താവിന് പറയാൻ ഒരു പരാതിയുള്ളൂ. ഭാര്യ നല്ലവളൊക്കെ തന്നെ, നിസ്കാരവും ദിക്റും ഖുർആനും ഹിജാബും എല്ലാം ഉണ്ട്. വഴുത് കൂടുതലാ കേൾക്കുന്നത്. പക്ഷെ നാവിന് മാത്രം ഇത്തിരി നീളം കൂടുതലാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ പരാതിയല്ലേ ഉള്ളൂ. നിന്റെ ഭർത്താവിന് ആകെ ഉള്ള പരാതി നാവ് കൊണ്ട്. അള്ളാഹുവേ, നീ കാത്തിരക്ഷിക്കണം പടച്ചവനെ. ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലത് ചെയ്യുവങ്ങളെ, നല്ലത് പറയിപ്പിക്ക്. നിന്റെ ഭർത്താവിന് മുമ്പിൽ നീ നല്ലവളാകണം. നീ അതിനനുസരിച്ച് ജീവിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാ പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് സ്നേഹിക്ക്? മനുഷ്യന്റെ ആയുസ് എപ്പോ പോണെന്നറിയില്ല. ഭർത്താവും ഭാര്യയും പരസ്പരം സ്നേഹമില്ല എന്നാ പറയുക. ഉസ്താദ്, എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. താത്ത, നീ ഒന്ന് സ്നേഹിക്ക്. കാക്ക, നീ ഒന്ന് സ്നേഹിക്ക്. ഇന്നത്തെ അവസ്ഥ എന്താ? സ്നേഹിച്ചാൽ മറക്കൂ. ഇപ്പത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. ഭാര്യ മരിച്ചു. 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 10-20 ദിവസം കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, അളിയ ഒരു പെണ്ണുണ്ടടാ, ആലോചിക്കട്ടെ. 40 കഴിയട്ടെ അളിയ. 40 കഴിയാതെ കെട്ടിയ നാട്ടുകാരെന്തോ വിചാരിക്കും? അത്രയേ ഉള്ളൂ. ആണുങ്ങൾ പറയുന്നൊരു മറുപടി, 40 കഴിയട്ടെ. അത് കഴിയുന്നതിന് മുമ്പ്. ഞാൻ പെണ്ണ് കെട്ടുന്നതിനെ കുറ്റം പറഞ്ഞില്ല. ആണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പെണ്ണ് കെട്ടിക്കോ. ഭാര്യ മറന്നു പോകരുതെന്നാ പറഞ്ഞേ. ഇപ്പൊ ആരാ ഇരിക്കുന്ന? ഭർത്താവ് മരിച്ച ആരാ ഇരിക്കണേ? 4 മാസവും 10 ദിവസവും ഏത് പെണ്ണായിരിക്കണത്? 40 വരെ തട്ടിയും മുട്ടിയും പോകും. കഴിഞ്ഞു. വല്ല പ്രായമുള്ള ഉമ്മാമമാരൊക്കെ ഇരുന്നു. അല്ലെങ്കിൽ അത്രയും ദീനുള്ളവരിക്കണം.
ഇന്ന് യുദ്ധ പോലും ഇരിക്കുന്നില്ലടോ പെണ്ണുങ്ങൾ. 40 കഴിയുമ്പോഴത്തേക്ക് പറക്ക ഹാളിൽ ഇറങ്ങി, പിന്നെ വീടിന് പുറത്തിറങ്ങി, പിന്നെ റോഡിൽ ഇറങ്ങി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ എത്രയോ ഉമ്മമാർ സ്നേഹമുള്ളവരുണ്ട്, മക്കള് ഭർത്താവ് മരിച്ചിട്ടും ജീവിക്കുന്നവരുണ്ട്. ഞാൻ പറയും നിങ്ങൾ കല്യാണം കഴിക്കണ്ടെന്നൊന്നും പറയണില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മരിച്ചാലും മറക്കാതിരിക്കുക. മരിച്ചുപോയ ഭാര്യയെ മറക്കരുത്, മരണപ്പെട്ടു പോയ ഭർത്താവിനെ മറക്കരുത്. പുതിയ ജീവിതം തിരഞ്ഞെടുത്താലും ദുആ ചെയ്യ്. അവരെ നീ മറക്കാതെ അവരുടെ ആണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്നേഹിക്കുക അപ്പമാരെ, സ്നേഹിക്ക്. നിങ്ങൾ സ്നേഹിക്കുക, പ്രണയിക്ക്. ആരെ? കണ്ടവന്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ സ്നേഹിക്ക്, സ്വന്തം ഭാര്യയെ സ്നേഹിക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്ക്. നീ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഒരിക്കലും നിന്റെ ഭർത്താവ് നിന്നെ മറക്കൂല. എന്റെ ചെറുപ്പക്കാരാ, നീ നിന്റെ ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്ക്. ഒരിക്കലും അവൾ നിന്നെ മറന്നു പോകൂല. ഞാൻ നിങ്ങൾക്ക് അതിനൊരു ചരിത്രം പറഞ്ഞു തരാ. സ്നേഹിച്ചാൽ മറക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മരണപ്പെട്ടു പോയാലും പിരിയാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല. അങ്ങനെ സ്നേഹിച്ച 2 പേരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് എന്റെ ഭർത്താവിനോട് പറയുന്നു, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്ക്, നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്ക്. നിങ്ങൾ ആദരിക്ക്, നിങ്ങൾ ബഹുമാനിക്ക്, കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്ക്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. അങ്ങനെ സ്നേഹിച്ച 2 പേരെ പറഞ്ഞു തരട്ടെയോ? ഇത് സിനിമാ കഥയല്ല, ഏതെങ്കിലും നോവലിൽ വന്ന കഥയല്ല. ഞാൻ നിങ്ങൾക്ക് 2 പേരുടെ ജീവിതം പറയാ. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. 25 വയസ്സുള്ള നബി തങ്ങൾ 40 വയസ്സുള്ള ഖദീജ ഉമ്മയെ വിവാഹം കഴിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. അവർ 2 പേരും 25 കൊല്ലം ജീവിച്ചു, ഭാര്യ ഭർത്താക്കന്മാരായി. ആയിഷ ബീബി, ഖദീജ ബീബിയും നബിതങ്ങളും 25 വർഷമാണ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചത്. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. നിങ്ങൾക്കറിയോ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. എത്ര വയസ്സ്? 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക് ഈ കൂട്ടത്തിൽ. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുക, നബിതങ്ങളെ നോക്കിയിട്ട്. എങ്ങനെ? അതാ ഭാര്യ, അതാണ് ഭാര്യ. 65-ാമത്തെ വയസ്സിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് ഭർത്താവ് വരുന്നതും കാത്തിട്ട് എവിടെ നിൽക്കുക? വീടിന്റെ വാതിലിൽ. നബിതങ്ങൾ വന്നു, സലാം പറഞ്ഞു, ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. വീടിനകത്തേക്ക് കയറി കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ ഖദീജ ബീബി അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്കിത്തിരി ഭക്ഷണം വാരിത്തരുമോ? ഇന്നെന്താ? നബി തങ്ങൾ ഖദീജ ബീബിക്ക് വാരി കൊടുത്തു. ഞാൻ ഇത്തിരി വാരിത്തരട്ടെ നബിയെ. കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പെണ്ണും പിള്ളയുടെ വായിൽ എന്തെങ്കിലും വാരി വെച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രേമം എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് ജ്യൂസ് ഇടും, 2 സ്ട്രോ ഇടും, വലിച്ചു കുടിക്കും. ഇതിനാ സ്നേഹം, ഇല്ലേ? ഖദീജയ്ക്ക് 65 വയസ്സ്. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വാരിത്ത. അങ്ങോട്ട് വാരി കൊടുത്തു. ഇതാ പ്രണയം. ഇതിനാണ് പ്രണയം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിച്ചു, ഞാൻ മടിയിലൊന്ന് കടന്നോട്ടെ? കടക്ക് ഖദീജ. 65 വയസ്സുള്ള ഖദീജയോട് പറയുന്നു, കിടക്കട്ടെ നബിയെ. കടന്നു ഖദീജ. വാപ്പ എവിടെ കിടക്കണേ? ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന പ്രായമുള്ള വാപ്പ എപ്പോഴാ കിടക്കണേ? നീ ഒരു റൂമില്, നിന്റെ ഭാര്യ വേറെ റൂമില്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഉള്ളതല്ലേ? ഇപ്പൊ നിങ്ങൾ വേറെ റൂമിലല്ലേ? കാരണം ഓൾക്ക് പ്രായമായില്ലേ, ഇല്ലേ? നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയെന്ന് ചിന്തിച്ചാൽ മതി. പാപ്പ പ്രായമാകുമ്പോഴും കൂടെ കിടക്കണം, മരിക്കുന്നത് വരെ ഒരുമിച്ച് കിടക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പെങ്ങളെ, മരിക്കുന്ന കാലം വരെ നീ നിന്റെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. താങ്ങും തണലുമെന്ന് പറഞ്ഞാൽ അതാ. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ, നീ എന്നെ നോക്കി ചിരിക്കുന്നേ? ഖദീജ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ ഗ്ലാമറാ നബിയെ.
65 വയസ്സുണ്ട് ഖദീജ ഉമ്മയ്ക്ക്. ഉമ്മാമ ഇന്നവരെ പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നാരക്ക നിങ്ങളുടെ നരച്ച താടിയാണ് ഇപ്പോഴും പറയണത്, പോയി വടിച്ചിട്ട് വാങ്ങ, ഇതൊന്ന് വടിച്ചു കളാ, മൈലാഞ്ചി തേക്ക്, കറുത്ത പെയിന്റ് അടിക്ക്, ഗ്ലാമറില്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് പറഞ്ഞു, എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. നബിതങ്ങൾ വിട്ടുകൊടുത്തില്ല. 25 കൊല്ലമായില്ലേടി ഖദീജ എന്നെ കാണാൻ തുടങ്ങിയിട്ട്, 25 വർഷമായില്ലേ. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെ കൊച്ചു തമാശകൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലങ്ങ് പിടിക്കുകയാണ്, നബിതങ്ങളുടെ കയ്യിലങ്ങ് പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഖദീജയുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാഹ്. പൊരുത്തം ചോദിക്കുകയാണ്. നബിതങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ, ഇന്ന് പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തേ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മരണമെടുത്തു നബിയേ, പോകാ സമയമടുത്തു നബിയേ. മരണമെടുത്തെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജയുടെ വായങ്ങ് പൊത്തുകയാണ്. എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. പെങ്ങളെ, ഖദീജ ആരാണെന്നറിയുമോ? ഖദീജയ്ക്ക് അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന പദവി എന്താണെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും അത് കിട്ടൂല. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാണ്. ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാണ്, ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാണ്. എന്തിനാണ് അല്ലാഹ് ഖദീജയ്ക്ക് കൊടുക്കുന്നതെന്നറിയുമോ? 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ഭാര്യയാണ് ഖദീജ. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ 25 കൊല്ലത്തിന്റെ ഇടയില് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ മുമ്പില് ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീബി സംസാരിച്ചിട്ടില്ല. നീയോ ഉമ്മ, നിന്റെ ഭർത്താവിന് ഏകയുള്ള പരാതി നിന്റെ ഈ സംസാരമാ. എന്താണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ലല്ലോ. സങ്കടപ്പെടുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സൂക്ഷിക്കണേ മോളെ, സൂക്ഷിക്കണേ മോളെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, പൊരുത്തം തരണേ നബിയേ, പൊരുത്തം തരണേ നബിയേ. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഖദീജ, പരാതിയില്ല ഖദീജ, പറയാനൊരു പരാതിയില്ല ഖദീജ, നിന്നെ കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. ഖദീജയ്ക്ക് സമാധാനമായി, ഖദീജയ്ക്ക് സന്തോഷമായി. 65 വയസ്സുള്ള ഖദീജ ബീബി ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. നബിതങ്ങളെ ചുംബിച്ചടോ. കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടി, ഭർത്താവിന്റെ പൊരുത്തം കിട്ടി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ. 65 വയസ്സുള്ള ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് പറയുകയാ, 3 ആഗ്രഹമാണുള്ളത്, 3 ആഗ്രഹമാണുള്ളത്. സാധിപ്പിച്ചു തരുമോ നബിയേ, സാധിപ്പിച്ചു തരുമോ നബിയേ? എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ,
ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. ഖദീജ പറയുകയാണ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാളും കാണരുത്. ഒരു പെണ്ണ് പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പെണ്ണ് പോലും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ അതുകൊണ്ട് എന്റെ ജനാസ കുളിപ്പിക്കണം. നിനക്കിത് തിരിയില്ല പെങ്ങള്, നിനക്കിത് തിരിയില്ല പെങ്ങള്. അതാ എടപ്പാളോ പൊന്നാനിയിലോ കടയിൽ ചെന്നിട്ട് അതാ ഫർദ വാങ്ങുന്നത് നീ ഇട്ട് നോക്കിയിട്ടാണ്. നിനക്ക് ചേരുന്ന ഫർദയല്ലേ നീ വാങ്ങുന്നത്, ഇട്ട് നോക്കിയിട്ടല്ലേ വാങ്ങുന്നത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് നീ അത് സ്റ്റിച്ച് ചെയ്യുകയാ. എന്തിനാ ഇറങ്ങിക്കിടക്കാൻ? നിന്റെ മസില് മറ്റുള്ളവരെ കാണണമല്ലോ, നിന്റെ ശരീരത്തിന്റെ വടിവ് കാണണമല്ലോ. ഈ മജ്‌ലിസിൽ പോലും നീ വരുമ്പോ ഔറത്ത് നേരം മറച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കു പെങ്ങള്. കളിയാക്കിയതല്ല, പരിഹസിച്ചതല്ല. ഇതാണ് ഖദീജ, ഇതാണ് ഖദീജ. മരിച്ചാൽ എന്റെ മയ്യത്ത് ഒരു പെണ്ണ് പോലും കുളിപ്പിക്കുമ്പോ കാണരുത്. അതുകൊണ്ട് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. കുളിപ്പിക്കുമോ നബിയേ, കുളിപ്പിക്കുമോ നബിയേ? 18-കാരിയല്ല, 25-കാരിയല്ല, 35-കാരിയല്ല, 65 വയസ്സുള്ള ഭാര്യ ചോദിക്കുകയാണ്, മാല വേണം, സ്വർണം വേണമെന്നല്ല, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സമ്മതിച്ചു പെങ്ങള്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ജനാസ കഫം പൊതിയുമ്പോൾ, ജനാസ കഫം പൊതിയുമ്പോ നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. എന്തുകൊണ്ടാണെന്നറിയുമോ? എന്തുകൊണ്ടാണെന്നറിയുമോ? നിങ്ങളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാണ്. നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളുടെ സുഗന്ധമില്ലാതെ ഖദീജയ്ക്ക് ഉറക്കം വരൂല. അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം. നിങ്ങളുടെ ശരീരത്ത് കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ യാ റസൂലല്ലാഹ്. ഇതിനാ ഉമ്മ സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് ആത്മാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്, കളങ്കമില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത്. പടച്ചവനെ, ഖദീജ ബീവി മൂന്നാമതായിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ, എന്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ മയ്യത്ത് ഇറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെന്ന് പറയുന്നു, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ. നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. വെക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. വാപ്പാ, ലോകത്ത് ഒരു പെണ്ണിന് കിട്ടിയ ഭാഗ്യം നബി തങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിക്കുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ. കരഞ്ഞുകൊണ്ട് ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കുകയാണ്. മയ്യത്ത് പുതിയ സമയമായപ്പോ നബി തങ്ങൾ ഷാളെടുത്ത് ചുംബിക്കുകയാ. തന്റെ ഖദീജയ്ക്ക് കൊടുക്കാൻ ഷാളിൽ ഇങ്ങനെ ചുംബിച്ചിട്ട് ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. ഖദീജ ഉമ്മയുടെ ജനാസ കൊണ്ടുവന്നു. നബി തങ്ങൾ ഖബറിനകത്തിറങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ ജനാസ ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അല്ലാഹ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പിടിമണ്ണ് വാരി വെക്കുമ്പോ
നിബിതങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞ താടിരോമത്തിലൂടെ കണ്ണുനീര് ഖദീജ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഫം തുണി പോലും നനയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കരയുകയാണ്. ജനാസ ഖബറടക്കി. നിബിതങ്ങൾ പിന്നെ ഒരുപാട് വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ റസൂൽ 63 വയസ്സ് വരെ ജീവിച്ചു. പെണ്ണേ, നിബിതങ്ങൾ ഖദീജാനെ മറന്നില്ല. ഒരു നല്ല ഭക്ഷണം കൊണ്ട് വന്നു കൊടുത്താൽ, ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം നിബിതങ്ങൾക്ക് വന്നു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ